എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്. നമ്മളിപ്പം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. കാൽക്കുലേറ്റ് ദി ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് ഓഫ് എർത്ത്. ദി റേഡിയസ് ഓഫ് എർത്ത് ഈസ് 6400 കിലോമീറ്റർ. അതായത് എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എർത്തിന്റെ കപ്പാസിറ്റൻസ്. അപ്പോൾ അത് കിലോമീറ്ററിലാണ്, നമ്മൾ അതിനെ മീറ്ററിലാക്കണം. 6400 ഇൻറ്റു 10⁻³ മീറ്റർ. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്ററിലാവും. നമുക്കറിയാം എർത്ത് എന്ന് പറയുന്ന ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ് എർത്ത് ഇരിക്കുന്നത്. അപ്പൊ ഈ എർത്തിന്റെ കപ്പാസിറ്റൻസ് ആണ് വേണ്ടത്. അപ്പം കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു Q/V എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ പൊട്ടൻഷ്യൽ. ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ സർഫസിൽ Q എന്ന് പറയുന്ന ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. എർത്തിന്റെ റേഡിയസ് R ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ സർഫസിലെ അല്ലെങ്കിൽ എർത്തിന്റെ പൊട്ടൻഷ്യൽ നമുക്കറിയാം. ഒരു സ്പിയറിന്റെ പൊട്ടൻഷ്യൽ, ഒരു ചാർജ് ചെയ്തിരിക്കുന്ന ഒരു സ്പിയറിലെ പൊട്ടൻഷ്യൽ V is equal to Q/4πε0 R ആണ് അല്ലെ. അപ്പം എർത്ത് ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്പിയറിന്റെ, ഈ എർത്ത് എന്ന് പറയുന്ന സ്പിയറിന്റെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് V is equal to Q/4πε0 R. അപ്പൊ അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ Q/V എന്ന് ചെയ്താൽ മതി. അപ്പം Q ഡിവൈഡഡ് ബൈ Vക്ക് വരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q/4πε0 R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Qയും ക്യാൻസൽ ആയിപ്പോയി അല്ലെ. ദെൻ 4πε0 R ന്യൂമറേറ്റർ വരും. 4πε0 R ഇതിന്റെ എല്ലാം വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അപ്പം 4πε0യുടെ വാല്യൂ 8.854 എന്നാണ്. 85 എന്ന് എഴുതാം. ഇൻറ്റു 10⁻⁻12. ദെൻ ആറിന് പകരം 6400 ഇൻറ്റു 10⁻³ അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ആൻസർ ഞാൻ തൽക്കാലം പറയാണ്. നിങ്ങളത് ചെയ്ത് നോക്കിക്കോണം. അതായത് ഇതിന്റെ ആൻസർ വരുന്ന ഇതാണ്. 710.8 മൈക്രോഫാരഡ്. ഇതാണ് ഇതിന്റെ ആൻസർ. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. 710.8 ഇൻറ്റു 10⁻⁻6 ഫാരഡ് എന്നായിരിക്കും ചിലപ്പം കിട്ടുന്നത് അല്ലെ. അപ്പൊ അതിനെ മൈക്രോഫാരഡ് ആക്കി എഴുതിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി കണക്ട് ചെയ്തിട്ടാണ്. ഇതിന്റെ ഒപ്പം വന്നുകൊണ്ട് നമുക്ക് അതുകൊണ്ട് അങ്ങ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 2 spheres encloses charges are shown in figure. 2 സ്പിയറുകൾ തന്നിട്ടുണ്ട്. ഇങ്ങനെ വലിയ സ്പിയറിന്റെ റേഡിയസ് R ആണ്. ഇതിനുള്ളിൽ Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. വലിയ സ്പിയറിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ചാർജ് 2Q ആണ്. 2 സ്പിയറുകൾ, ഒന്ന് S1 ഒന്ന് S2, 2 സ്പിയറുകൾ. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദി സർഫസ് ഓഫ് S2. അതായത് S2 എന്ന് പറയുന്ന സർഫസിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഡിറൈവ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി നമുക്ക് E എന്ന് വിളിക്കാം. ഈയുടെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമുക്കിവിടെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പം ഗോസസ് തിയറത്തിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. അതായത് ആദ്യം ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഈ സ്പിയറിലെ, ഈ വലിയ സ്പിയറിലെ ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് എടുക്കാം. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സർഫസ് ഏരിയ എന്നാണ്. E ഇൻറ്റു ഡെൽറ്റ. ഈ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അതിനെ E എന്ന് അങ്ങ് എടുത്തു. ഇതിന് ഈ വലിയ സർഫസിന്റെ സർഫസ് ഏരിയ ആണ് ഡെൽറ്റ എസ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സർഫസ് ഏരിയ എത്രയാണ് ഇതിന്റെ റേഡിയസ് R ആണ്. റേഡിയസ് R ആണെങ്കിൽ സർഫസ് ഏരിയ 4πr² ആയിരിക്കും. ഇതാണ് ഫ്ലെക്സിന്റെ ഒരു ഇക്വേഷൻ. ദെൻ അടുത്തത് ഫ്ലെക്സിന്റെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു ക്ലോസ് സർഫസിൽ ആകെയുള്ള ചാർജ് ബൈ ε0, അതും ഫ്ലെക്സിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് സർഫസ്. നമുക്ക് ഇവിടുത്തെ ഒരു പോയിന്റ് S2 എന്ന് പറയുന്ന സ്പിയറിന്റെ സർഫസിൽ ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പം അതാണ് നമ്മൾ ഗോഷ്യൻ സർഫസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഗോഷ്യൻ സർഫസ് എങ്കിൽ അതിനുള്ളിൽ വരുന്ന ചാർജ് 2q ഉണ്ട്, q ഉണ്ട്. അപ്പം മുഴുവൻ ചാർജ് 3q വരും. 2q പ്ലസ് q 3q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതാണ് ഫ്ലെക്സിന്റെ മറ്റൊരു ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും ഫ്ലെക്സ് ആണ്, ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും ഫ്ലെക്സ് ആണ്. അപ്പം ഫ്രം ഇക്വേഷൻ 1 and 2 ഇതിന്റെ റൈറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ റൈറ്റ് സൈഡ് E into 4 pi r square, ഇതിന്റെ റൈറ്റ് സൈഡ് 3q by epsilon 0 അല്ലെ. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് E is equal to ഇത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോവാ 3q by 4 pi epsilon 0 r square. ഇതാണ് ഈ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. കോസസ് തിയറം അപ്ലൈ ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്താണ്. ഇനി ഇതിനോടുള്ള ക്വസ്റ്റ്യൻ ബി എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ബി, വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ S1 ആൻഡ് S2? S1 എന്ന് പറയുന്ന സർഫസിലെയും S2 എന്ന് പറയുന്ന സർഫസിലെയും കൂടെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ റേഷ്യോ എടുക്കാൻ. അപ്പൊ ഇതാണ് S1 എന്ന് പറയുന്ന സർഫസ് അല്ലെ. നമുക്ക് ആ സർഫസിലെ ഫ്ലക്സിനെ φ1 എന്ന് എഴുതാം. φ1. അപ്പം ഗോസസ് തിയറം പറയുന്നത് ഒരു സർഫസിലോട്ടുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലിരിക്കുന്ന ചാർജ് ബൈ എപ്സിലോൺ 0 എന്നാണ്. അപ്പൊ S1 എന്ന് പറയുന്ന സർഫസിലിരിക്കുന്ന ചാർജ് q ആണ്. q ബൈ എപ്സിലോൺ 0 ആണ് ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സ്. ഇനി രണ്ടാമത്തെ സർഫസ് ആണ് S2. ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സിനെ ഞാൻ φ2 എന്ന് വിളിച്ചു. അപ്പോൾ ആ സർഫസിനുള്ളിലിരിക്കുന്ന ചാർജ് ബൈ എപ്സിലോൺ 0 ആണ് അവിടെ കൂടെയുള്ള ഫ്ലക്സ്. അപ്പം ഈ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ രണ്ട് ചാർജ് ഉണ്ട്, 2q ഉണ്ട്, q ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 3q വരും. ബൈ എപ്സിലോൺ 0 ആണ് ഈ വലിയ സർഫസിനുള്ളിലൂടെയുള്ള ഫ്ലക്സ്. ഇനി ഇത് നമ്മളുടെ റേഷ്യോ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ φ1 by φ2 ഇത് നമ്മളുടെ റേഷ്യോ ആണ്. അപ്പം φ1 എന്ന് പറഞ്ഞാൽ q by epsilon 0 ഡിവൈഡഡ് ബൈ φ2 എന്ന് പറഞ്ഞാൽ 3q by epsilon 0. epsilon 0 ക്യാൻസൽ ആയി, qയും ക്യാൻസൽ ആയി അല്ലെ. അപ്പം 1/3 എന്ന് വരും. ദെൻ 1/3 എന്ന് പറഞ്ഞാൽ φ1 is to φ2 ഇത് നമ്മളുടെ റേഷ്യോ 1:3 ആയിരിക്കും അല്ലെ. ഇതാണ് ഈ രണ്ട് സർഫസിലെയും ഫ്ലെക്സ് തമ്മിലുള്ള റേഷ്യോ. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ പോസിറ്റീവ് ചാർജ് ഈസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ക്വസ്റ്റ്യൻ എ, ഒരു ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്, പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ എ ഇതാണ്, ഗിവ് ദി സൈൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് Vp മൈനസ് Vq. അതായത് Vp മൈനസ് Vq ഇതിന്റെ സൈൻ എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് പിയിലെ പൊട്ടൻഷ്യൽ ആണ് Vp, ക്യൂയിലെ പൊട്ടൻഷ്യൽ ആണ് Vq. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അതിന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് അറിയേണ്ടത്. ഇനി നമുക്കൊരു കാര്യം അറിയാവുന്നത്, ഇപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുക. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ പ്ലസ് q ബൈ 4 pi epsilon 0 r എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യലിനേക്കാളും കുറവായിരിക്കും ഇവിടുത്തെ പൊട്ടൻഷ്യൽ അല്ലെ. അപ്പോൾ അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ എപ്പോഴും കുറയും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനിയിപ്പം നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, ഇപ്പം ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ അകത്തേക്കായിരിക്കും വരുന്നത് അല്ലെ. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ചിലപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിനേക്കാളും കുറവായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. ഇവിടെ ചിലപ്പോൾ 5 ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ 2 ആയിരിക്കും. പക്ഷെ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഇക്വേഷൻ ഒരു മൈനസ് സൈനോട് വരും. അപ്പൊ ഇവിടെ -5 വോൾട്ട് ആണെങ്കിൽ ഇവിടെ -2 വോൾട്ട് ആയിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ -5 ചെറുതും -2 വലുതല്ലേ. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ആരോ കണ്ടോ, ഇങ്ങോട്ടാണ് ആരോ. അപ്പം ആ ഡയറക്ഷൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ആരോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരോയുടെ ഡയറക്ഷൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറയും. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യലിനേക്കാളും കുറവായിരിക്കും ഇവിടുത്തെ പൊട്ടൻഷ്യൽ അല്ലെ. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ആരോയുടെ ഡയറക്ഷനിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പുറത്തേക്ക് പോകല്ലേ. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യലിനേക്കാളും കുറവായിരിക്കും ഇവിടുത്തെ പൊട്ടൻഷ്യൽ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം Vp is greater than Vq. Vp എന്ന് പറയുന്നത് Vq-നേക്കാളും വലുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ Vp മൈനസ് Vq എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അതായത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്താൽ പോസിറ്റീവ് നമ്പറിൽ ആൻസർ കിട്ടുന്നത്. അത്രയേ ഉള്ളൂ കാര്യം അല്ലെ. അപ്പം Vp എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ Vq-നേക്കാളും വലുതായിരിക്കും. അതുകൊണ്ട് Vp മൈനസ് Vq എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ ബി,
Give the sign of the work done by the field in moving a small positive charge from Q to P. അതായത് ക്യൂയിൽ നിന്നും പിയിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് വന്നോന്നാണ് അർത്ഥം അല്ലെ. അപ്പം ക്യൂവിൽ നിന്നും പിയിലേക്ക് ഒരു പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം പോസിറ്റീവും തമ്മിൽ റിപ്പൾഷൻ ആണ്. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇതിനെ അങ്ങോട്ട് ആയിരിക്കും മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത്, റിപ്പൾഷൻ കാരണം. നമ്മളപ്പോൾ അതിനെ അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇതിനെ റിപ്പൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് അങ്ങോട്ടും നമ്മൾ അതിന് ഓപ്പോസിറ്റുമാണ് ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ചെയ്ത വർക്ക് നെഗറ്റീവ് ആണ്. ദെൻ വർക്ക് ഡൺ ബൈ ദി ഫീൽഡ് എന്തായിരിക്കും? നെഗറ്റീവ്. ഈ ഫീൽഡ് ചെയ്ത വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ്. നമ്മൾ ചെയ്ത വർക്ക് പോസിറ്റീവ് ആണ്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ചെയ്ത വർക്ക് നെഗറ്റീവ് ആണ്. ദെൻ ഇതിൻ്റെ കൂടെയുള്ള സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നിയർ ദി ചാർജ് അല്ലെ. അതായത് ചാർജിനടുത്തുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഈ ചാർജിന് അതെന്താണ്? സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. പക്ഷെ നമുക്കത് പോർഷൻ ഇപ്പം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിന്റെ ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ആയിരിക്കും. ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. 3 capacitors of capacitance 2 microfarad, 3 microfarad and 4 microfarad are connected in series. 3 capacitors സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. Then question A, find the equivalent capacitance of the combination അല്ലെ. സീരീസ് ആയിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീരീസ് കോമ്പിനേഷനിലെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് 1/C is equal to 1/C1 plus 1/C2 plus 1/C3. ഇതാണ് ഇക്വലന്റ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ അല്ലെ. അപ്പം ഇത് C1, ഇത് C2, ഇത് C3. ഇനി LCM എടുത്ത് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. C is equal to C1 C2 C3 divided by C1 C2 plus എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് C2 C3 plus C3 C1 ഇങ്ങനെ കിട്ടും LCM എടുത്ത് ചെയ്യുമ്പോൾ അല്ലെ. അപ്പം ഒരാൾ 2 മൈക്രോഫാരഡ് ഇൻറ്റു 3 മൈക്രോഫാരഡ് ഇൻറ്റു 4 മൈക്രോഫാരഡ് ഡിവൈഡഡ് ബൈ ആദ്യത്തെ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക 2ഉം 3ഉം 2 into 3 പ്ലസ് 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക 3 into 4 പ്ലസ് 4ഉം ലാസ്റ്റും ഫസ്റ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക 4 into 2 ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ 2 into 3 6, 6 into 4 24. ഇവിടെ 2 into 3 6 പ്ലസ് 3 into 4 12 പ്ലസ് 4 into 2 8 ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ആൻസർ (24 divided by 12 into 8 എന്ന് പറയുന്നത് 20 വരും. 20 plus 6 26 അല്ലേ. അപ്പം 24/26 എന്ന് വരും. അല്ലെങ്കിൽ 0.9 മൈക്രോ ഫാരഡ് നമുക്ക് ആൻസർ ചെയ്യാം. 0.9 മൈക്രോ ഫാരഡ്. ഇതിൻ്റെ കൂടെയുള്ള ബി ക്വസ്റ്റ്യൻ ഇതാണ്. ദി പ്ലേറ്റ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവ് ആൻ ഏരിയ 20 cm² ഈച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2.5 millimeter. The capacitor is charged by connecting it to a 400 volt supply. How much electric energy is stored in the capacitor? അതായത് ഒരു കപ്പാസിറ്റർ അതിന്റെ പ്ലേറ്റ് ഏരിയ 20 cm². അപ്പം നമുക്ക് ബി ക്വസ്റ്റ്യൻ ആണ്. പ്ലേറ്റ് ഏരിയ 20 cm² ആണ്. അപ്പോൾ സെന്റിമീറ്റർ² മീറ്റർ² ആക്കണം. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം സെന്റിമീറ്റർ² മീറ്റർ² ആക്കണമെങ്കിൽ 10⁻⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ മീറ്റർ² ആക്കി. പിന്നെ അതുപോലെ തന്നെ പിന്നെ തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിനെ D എന്നാണ് എഴുതുന്നത്. അത് 2.5 millimeter ആണ്. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2.5 into 10⁻³ മീറ്റർ ഇങ്ങനെ വരും.
The capacitor is charged by connecting to a 400 volt supply. ഈ കപ്പാസിറ്റർ ഒരു 400 വോൾട്ട് സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എത്ര ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർ ചെയ്യുന്നതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കപ്പാസിറ്റൻസ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ കപ്പാസിറ്റൻസ് C is equal to എപ്സിലോൺ 0 A by D. ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. അപ്പൊ എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്കറിയാം 8.854 ആണ്. 85 എന്ന് എഴുതിയാൽ മതി. ഇൻറ്റു 10⁻⁻12. A എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 10⁻⁻4 ഡിവൈഡ് ബൈ D. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് 2.5 ഇൻറ്റു 10⁻⁻3 സീക്വൽ ടു അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ തൽക്കാലം നമുക്ക് എഴുതാം. ഇതിന്റെ കപ്പാസിറ്റൻസ് എത്ര കിട്ടുമെന്ന് നമുക്ക് തൽക്കാലം ആൻസർ എഴുതാം. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. ഇതിന്റെ കപ്പാസിറ്റൻസ് കിട്ടുന്നത് 7.08 ഇൻറ്റു 10⁻⁻12 ഫാരഡ് ആണ് ഇതിന്റെ കപ്പാസിറ്റൻസ് കിട്ടുന്നത്. ആദ്യം കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഈ കപ്പാസിറ്റർ സ്റ്റോർ ചാർജ് ചെയ്തിരിക്കുന്നത് 400 വോൾട്ട് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ്. അപ്പം വോൾട്ടേജ് V is equal to 400 വോൾട്ട് അല്ലെ. അപ്പൊ കപ്പാസിറ്റൻസും ഉണ്ട് വോൾട്ടേജും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? എനർജി കണ്ടുപിടിക്കാം. അപ്പൊ എനർജി E അല്ലെങ്കിൽ U എന്ന് എഴുതാം. ½ CV². ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം അല്ലെ. അപ്പം ½ ഇൻറ്റു കപ്പാസിറ്റൻസ് എത്രയാണ്? 7.08 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു വോൾട്ടേജ് എത്രയാണ്? 400. അതിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 5.66 ഇൻറ്റു 10⁻⁻7 ജൂൾ എന്നാണ്. ഇത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണം. എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ U എന്നോ അല്ലെങ്കിൽ E എന്നോ എഴുതാം അല്ലെ. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുന്നത്. ആൻസർ ഒന്ന് ചെയ്തു നോക്കണം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. 2 point charges 3 into 10⁻⁻8 coulomb and -2 into 10⁻⁸ coulomb are separated by a distance of 15 centimeter. At what point on the line joining the charges the potential is 0? അല്ലെ. ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് ചാർജസ് ആണ്. അതായത് ഒരു ചാർജ് 3 into 10⁻⁻8 coulomb. അടുത്ത ചാർജ് -2 into 10⁻⁻8 coulomb. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജുകളും കണക്ട് ചെയ്യുന്ന ലൈനിൽ എവിടെയായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0? അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആണ്. ഈ O എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആണെന്ന് വെക്കുക. അപ്പോൾ ഈ ചാർജിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ X എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? മുഴുവൻ 15 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇത് X ആണെങ്കിൽ ബാക്കി 15 - X ആയിരിക്കും ആണല്ലോ ഈ ചാർജിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇയാൾ ഇവിടെ ഉണ്ടാക്കിയ പൊട്ടൻഷ്യലും ഇയാൾ ഇവിടെ ഉണ്ടാക്കിയ പൊട്ടൻഷ്യലൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം അല്ലെ. അതായിരിക്കും ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആണുള്ള കാരണം. അപ്പൊ നമ്മൾ പറയാം ഈ ചാർജ് ഇവിടെ ഉണ്ടാക്കിയ പൊട്ടൻഷ്യൽ അല്ലെ. ഒരു ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഇതാണ്. Q/4πε0r. ഇതാണ് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. അപ്പം ഈ 3 into 10⁻⁻8 കുളോം ചാർജ് ഇവിടെ ഉണ്ടാക്കിയ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ 3 into 10⁻⁸ ഡിവൈഡഡ് ബൈ 4πε0. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അതാണ് R. ഇവിടെ ഡിസ്റ്റൻസ് എടുത്തേക്കുന്ന X ആണ്. X പ്ലസ് പിന്നെ ഇയാൾ ഇവിടെ ഉണ്ടാക്കിയ പൊട്ടൻഷ്യൽ ഇത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ -2 into 10⁻⁸ ഡിവൈഡഡ് ബൈ, അതായത് ചാർജിന്റെ പൊട്ടൻഷ്യലിന്റെ കേസിൽ ചാർജിന്റെ സൈനും കൂടെ കൊടുത്ത് വേണം എടുക്കാൻ. ഇനി 4πε0 ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 15 - X ഈക്വൽ ടു 0. അപ്പൊ ഇയാൾ ഇവിടെ ഉണ്ടാക്കിയ പൊട്ടൻഷ്യലും ഇയാൾ ഇവിടെ ഉണ്ടാക്കിയ പൊട്ടൻഷ്യലും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വന്നു. അപ്പൊ ഈ നെഗറ്റീവ് റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ 3 into 10⁻⁻8 ഡിവൈഡഡ് ബൈ 4πε0x പ്ലസ് ഇത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ പ്ലസ് ആവും ഈസ് ഈക്വൽ ടു 2 into 10⁻⁸ ഡിവൈഡഡ് ബൈ 4πε0 15 - X. ഇങ്ങനെ വരും. 10⁻⁸ 10⁻⁸ ക്യാൻസൽ ആയി. ഇവിടുത്തെ 4πε0 4πε0 ക്യാൻസൽ ആയി അല്ലെ. അപ്പൊ ഇതൊന്ന് മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 15 - X is equal to X into 2x.
അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ യൂണിറ്റ് ഒന്നും കൺവേർട്ട് ചെയ്തിട്ടില്ല, സെന്റിമീറ്റർ ഒന്നും മീറ്റർ ആക്കിയിട്ടില്ല. കാരണം ആക്കിയാൽ തന്നെ ഇത് രണ്ടിടത്തെയും അത് ക്യാൻസൽ ആയി പോയിക്കോളും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 വരും. 15 × 3 മൈനസ് 3x ഈസ് ഈക്വൽ ടു 2x എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇത് പ്ലസ് ആവും. അപ്പം 2x + 3x ഈക്വൽ ടു 45 അല്ലേ. അത് 5x വരും. 5x ഈസ് ഈക്വൽ ടു 45. അപ്പൊ x ഈസ് ഈക്വൽ ടു 45/5 എന്ന് പറഞ്ഞാൽ എത്ര ആവും? 9 സെന്റിമീറ്റർ അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ 3 × 10⁻⁻8 കുളോം ചാർജിൽ നിന്നും 9 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് സീറോ ആയിരിക്കും? പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഇവർ രണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അപ്പം പൊട്ടൻഷ്യൽ ഈ 0 അറ്റ് എ ഡിസ്റ്റൻസ് 9 സെന്റിമീറ്റർ ഫ്രം ദി ചാർജ് 3 × 10⁻⁸ കൂളും അല്ലെ. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചോദിക്കാവുന്ന ഡെറിവേഷൻസ് എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്റർ ചോദിക്കാം. അതുപോലെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. പിന്നെ കപ്പാസിറ്ററിന്റെ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും ചോദിക്കാം അല്ലേ. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ചാർജ് അല്ലേ. അതായത് ഒരു ചാർജ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ ചോദിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. നമുക്കിനിയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുമായിട്ട് കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം വരാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.